നമ്മൾ പ്രമേഹ രോഗം ഉണ്ടാകുന്നതും പ്രമേഹ രോഗത്തിനെ ഡയഗ്നോസ് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും അതിൻ്റെ എത്രയൊക്കെയാണ് ഗ്ലൂക്കോസ് പരിശോധനയിൽ വാല്യൂസ് വരേണ്ടത് എന്നൊക്കെ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ പ്രമേഹ രോഗം ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം മുതൽ പ്രമേഹ രോഗം ചികിത്സിക്കണം. അതെന്താണെന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണമുണ്ട്. അതായത് ലെഗസി ഇഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ മെറ്റബോളിക് മെമ്മറി എന്ന് പറയും. അതായത് നമ്മൾ പ്രമേഹ രോഗത്തിൻ്റെ ബാഡ് റീഡിങ്സ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉയർന്നു നിൽക്കുന്ന ഒരു ഓർമ്മ അത് ശരീരത്തിൽ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യപ്പെടുന്നത് പോലെ ശരീരത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള അവയവങ്ങളിൽ ഫീഡ് ചെയ്യപ്പെടുകയും ഭാവി കാലങ്ങളിൽ നമ്മൾ പ്രമേഹം നന്നായി നിയന്ത്രിച്ചാൽ പോലും ഈ മോശം സമയത്തെ മോശം കൺട്രോളിൻ്റെ ഓർമ്മ ശരീരത്തിൽ നിന്ന് പോകാതിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ മെറ്റബോളിക് മെമ്മറി അല്ലെങ്കിൽ ലെഗസി ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ആദ്യഘട്ടം മുതൽ പ്രമേഹം ചികിത്സിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ പ്രമേഹം ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ പലപ്പോഴും രോഗികൾ തെറ്റിദ്ധരിക്കാറുണ്ട്, മരുന്ന് കഴിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണോ ഇതെന്നുള്ളത്. അങ്ങനെയല്ല. മരുന്നുകൾ കൊണ്ടല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ, ആഹാരശൈലിയിൽ, വ്യായാമത്തിലൊക്കെ വരുന്ന മാറ്റം കൊണ്ടാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ചികിത്സിക്കേണ്ടത്. തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആഹാരം, വ്യായാമം പിന്നേ ഉള്ളൂ മരുന്നിനുള്ള സ്ഥാനം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം ജീവിതശൈലിയിലേക്ക് പോകുക. പ്രമേഹം വരുന്നതിന് മുമ്പ് തന്നെ ഒരു ആരോഗ്യകരമായ ജീവിതശൈലി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷമെങ്കിലും നമ്മൾ നല്ലൊരു ജീവിതശൈലിയിലേക്ക്, കൂടുതൽ വ്യായാമമുള്ള ജീവിതശൈലിയിലേക്ക് പോകുക. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആഹാരക്രമം വളരെ സിമ്പിളാണ്. ഒരുപാട് ഊർജം അടങ്ങാത്ത, ഒരുപാട് ഗ്ലൂക്കോസ് അടങ്ങാത്ത, ഒരുപാട് കൊഴുപ്പടങ്ങാത്ത ആഹാരം, പ്രോട്ടീനും ധാരാളമായിട്ടുള്ള നാരുകളും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ആ ഉൾപ്പെടുത്തലിലൂടെ നമുക്ക് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഷുഗറിൻ്റേത് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പം നമുക്കറിയാം, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് നിയന്ത്രിക്കണം, പോസ്റ്റ് മീൽ ഗ്ലൂക്കോസ് നിയന്ത്രിക്കണം, HbA1c 7% താഴെ ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ കുറയ്ക്കുക എന്നുള്ളതും കൂടെ പ്രമേഹ രോഗ ചികിത്സയുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാനും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ഏറെ നാരുകളും ഏറെ പ്രോട്ടീനുകളും ഉള്ള ആഹാരം സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രോഗിയോട് നിർദ്ദേശിക്കുന്നത്. ഇപ്പോൾ വ്യായാമത്തിനെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കും, നടപ്പാണോ? ഇപ്പം പുതിയതായിട്ട് നമ്മൾ ജിമ്മിൻ്റെ ഒരുപാട് ഒരു ജിം കൾച്ചർ തന്നെ കേരളത്തിലും ലോകമെമ്പാടും തന്നെ കാണുന്നുണ്ട്. അപ്പം ഈ ജിം ട്രെയിനേഴ്സ് സാധാരണയായിട്ട് പറയുന്ന നടപ്പ് ഒരു മോശം വ്യായാമമാണ്. സൈക്ലിംഗ്, നടപ്പ് അതൊന്നും വ്യായാമമല്ല. വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ മസിൽ എക്സസൈസസ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായിട്ടും അവ ശ്രദ്ധിക്കേണ്ട എക്സസൈസസ് തന്നെയാണെങ്കിൽ പോലും നടപ്പ് എന്നുള്ളത് ഏറ്റവും പ്രായോഗികവും ഒരുപാട് ഹെവി ആയിട്ട് വ്യായാമം ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് സാധ്യമായതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നടപ്പ് തീർച്ചയായിട്ടും ഒരു നല്ല വ്യായാമമാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള മസിൽസിൽ നിന്ന് കൊഴുപ്പ് മാറ്റിയെടുക്കാൻ തക്കതായ മസിൽ ഗ്രൂപ്പ്സിനുള്ള വ്യായാമങ്ങൾ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ തന്നെ നല്ലതാണ്. അതുപോലെ ശരീരത്തിൻ്റെ സന്തുലനം നഷ്ടപ്പെടാതെ നോക്കുന്ന വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് യോഗാഭ്യാസം, അതിൻ്റെ കൂടെ സ്ട്രെസ് റിലീഫ്. നമുക്കറിയാം, മാനസികമായിട്ടുള്ള പിരിമുറുക്കവും പ്രമേഹവുമായിട്ട് അടുത്ത ബന്ധമാണുള്ളത്. അപ്പോൾ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്ന തരം വ്യായാമങ്ങൾ, പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ഒക്കെ വളരെ ഗുണകരമാണ്.